വ്യവസായം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ പല രാഷ്ട്രങ്ങളും മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. ഇക്കാര്യത്തിൽ അമേരിക്കയും ഒട്ടും പിന്നിലല്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്ക സന്ദർശിക്കാനൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനിടയിൽ സെമി കണ്ടക്ടർ രംഗത്തെ വൻ ശക്തികളിലൊന്നായ സിംഗപ്പൂരുമായി തന്ത്രപരമായ പല കരാറുകളും ഇന്ത്യ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഭാവി ഇന്ത്യയെ വാർത്തെടുക്കാൻ സെമി കണ്ടക്ടർ മേഖലകളിൽ പല നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അടുത്ത വൻ ശക്തി ഇന്ത്യയാകുമെന്ന് മനസ്സിലാക്കി ഇന്ത്യയുമായി സഖ്യത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുമായുള്ള സെമി കണ്ടക്ടർ മേഖലാ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയിലെ പുതിയ സാധ്യതകൾ തേടുന്നതിനായി ഇന്ത്യയുമായി ഒരു പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അതിനുവേണ്ടി ഇന്ത്യയുടെ നിലവിലുള്ള സെമി കണ്ടക്ടർ സംവിധാനം, റെഗുലേറ്ററി ചട്ടക്കൂട്, തൊഴിൽ ശക്തി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സമഗ്ര വിലയിരുത്തൽ അമേരിക്ക നടത്തും. ഈ വിലയിരുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സെമി കണ്ടക്ടർ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള അടിസ്ഥാനമായി നിൽക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. 2022 ചിപ്പ് നിയമം അനുസരിച്ച് ഇൻ്റർനാഷണൽ ടെക്നോളജി സെക്യൂരിറ്റി ആൻഡ് ഇന്നൊവേഷൻ ഫണ്ടിൻ്റെ കീഴിലാണ് സഹകരണം നടത്താനൊരുങ്ങുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം വളർത്തുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വളർത്താനാണ് ഈ സംവിധാനം അമേരിക്ക വികസിപ്പിച്ചിട്ടുള്ളത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം, ഇന്ത്യ ഗവൺമെൻറ് എന്നിവയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയത്. ഈ പങ്കാളിത്തം കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ആഗോള അർദ്ധചാലക ശൃംഖല സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി സെപ്റ്റംബർ 21 മുതൽ 24 വരെ അമേരിക്കയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്.